വേഗത്തിൽ കർണാടക മന്ത്രിസഭയിൽ നിന്നും DK ശിവകുമാർ മന്ത്രിസഭയിൽ നിന്നും മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചിരിക്കുന്നു. ജലസേചന വകുപ്പിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത്. ഗൗതം വിവരങ്ങളുമായി ചേർന്നു. ഗൗതം, ആവശ്യപ്പെട്ട വകുപ്പ് കിട്ടാത്തതിൽ അതൃപ്തിയാണോ രാജിക്ക് കാരണം? ഉറപ്പായിട്ടും ചെയ്തു. അത് തന്നെയാണ് കാരണം. രാമലിംഗ റെഡ്ഡി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് ബംഗളൂരു നഗര വികസനത്തിൻ്റെ മന്ത്രിയാക്കണമെന്നായിരുന്നു. ആ വകുപ്പിൻ്റെ മന്ത്രിയാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചാണ് സിദ്ധരാമയ്യ രാജിവെക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനും കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളിൽ ശക്തരായ നേതാക്കളിൽ ഒരാളുമായ രാമലിംഗ റെഡ്ഡി ആവശ്യം ഉന്നയിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ വകുപ്പ് ലഭിച്ചില്ല. പകരം ജലസേചന വകുപ്പാണ്, അതായത് വലുതും ചെറുതുമായ ജലസേചനങ്ങളുടെ വകുപ്പിൻ്റെ ചുമതലയാണ് നൽകിയത്. ആ ചുമതല തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാമലിംഗ റെഡ്ഡി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും സിദ്ധരാമയ്യയുടെ വിശ്വസ്തനും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ കരുത്തനായ ഒരു നേതാവും രാജിവെക്കുന്ന ഈ സാഹചര്യത്തിൽ നേരത്തെ ഉന്നയിച്ച വിമർശനം, അതായത് DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമ്പോൾ വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കണമെന്നുള്ള സിദ്ധരാമയ്യയുടെ ആവശ്യം നിറവേറ്റപ്പെട്ടിട്ടില്ല എന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങൾക്ക് കൂടി കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ രാജി പ്രഖ്യാപിക്കുകയും രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നീക്കം എന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും മടങ്ങിയെത്താം ഈ വാർത്തയിലേക്ക് വരാം. അടുത്ത